പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദ കിങ്ഡം ഓഫ് ഗോഡ്, വലിയ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും തിരഞ്ഞെടുത്ത് ദായി ശുശ്രൂഷയിൽ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുക. എന്തിനാ കർത്താവ് നമ്മളെ വിളിക്കുന്നേ? വലിയ അഭിഷേകത്തിൽ നമ്മൾ വളരാൻ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില ബോധ്യങ്ങൾ നൽകി അഭിഷേകത്തിൽ നമ്മളെ വളർത്തും. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ച് വചനത്തിന്റെ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച്, അബാ പിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കൈകൾ അടിച്ച് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ യേശുവേ, അധികമാളവിൽ അഭിഷേകം പകരണമേ. ചേർന്ന് പാടിയാലോ? ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ, അധികമായ അഭിഷേകം, അധികമാളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ചേർന്ന് പാടിക്കുക എല്ലാവരും. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടിക്കേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ, ആമേൻ. നിറയട്ടെ, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം, പുതിയൊരു അഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഈ കാലഘട്ടത്തിന് ആവശ്യമായ അധികമായ അഭിഷേകം ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. വചനത്തിന്റെ അഭിഷേകത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെ നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടുകൂടെ കൈകളൊക്കെ കൂപ്പി പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് ചേർത്ത് അവരിൽ ആരെ കാണണം? യേശുവിനെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 20ഉം വചനം. പ്രിയപ്പെട്ടവർ, ആ വചനം നമുക്കൊന്ന് വായിക്കാം. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച് മുന്നോട്ട് എത്തിക്കഴിയുമ്പോൾ 24-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർവാദ രോഗിയെ കുറിച്ചാണ് വചനഭാഗം. തളർവാദ രോഗി ശരീരത്തിന് തളർന്ന് കിടപ്പാണ്. തളർവാദ രോഗിയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവനെ മറ്റുള്ളവർ വേണം കൊണ്ടു നടക്കാൻ, മറ്റുള്ളവർ വേണം പരിചരിക്കാൻ. തളർന്ന് കിടക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ തളർവാദ രോഗിയെ ഇതാ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. യേശു അവനെ സൗഖ്യപ്പെടുത്തുന്നു. ഈ രംഗം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ
നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈശോ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു കണ്ടത് ആരെയാ? ഈ തളർവാദ രോഗിയെയും കൊണ്ടുവന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. അതായത് തളർവാദ രോഗി ഒരു കട്ടിലേലാണ്, ഇവനെ ചുമന്നുകൊണ്ട് വരുന്നു. കട്ടില് ചുമക്കണമെങ്കിൽ എത്ര പേര് വേണം? മിനിമം 4 പേര് 4 വശത്ത് പിടിക്കണം, അല്ലേ? 4 പേരും 4 വശത്ത് പിടിച്ചോണ്ടാണ് ഈ തളർവാദ രോഗിയും കൊണ്ട് വന്നത്. നിങ്ങൾ ഈ കട്ടില് ചുമന്നവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ ഉള്ളിലുള്ള ആ ആത്മവിശ്വാസം അതെത്രത്തോളം വലുതാണ്. യേശു ഈ മകനെ ഒന്ന് തൊട്ടാൽ ഇവൻ സുഖപ്പെടുമെന്ന് ആർക്ക് വലിയ ബോധ്യമുണ്ട്? കട്ടിലി ചുമന്നവർക്ക് ബോധ്യമുണ്ട്. കട്ടിലി ചുമന്നവർ. അപ്പോൾ അവര് ഈ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിലോട്ട് കയറാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവരെന്ത് ഓട് പൊളിച്ച് ആ മോളിലൂടെ ഇറക്കി. ഈ കട്ടിലി ചുമന്നവരുടെ വിശ്വാസം കണ്ട്, അപ്പോൾ കട്ടിലി ചുമക്കാൻ എത്ര പേര് വേണം? മിനിമം 4 പേര്. ഈ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കും എനിക്കുമുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് കട്ടിലി ചുമക്കാനുള്ള വിളി. കട്ടിലി ചുമക്കാനുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, കട്ടിലി ചുമക്കാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷിയില്ല, പിന്നെയാണ് കട്ടിലി ചുമക്കാൻ പോണത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കട്ടിലി ചുമക്കാനുള്ള വിളി? നമ്മുടെ വീട്ടിൽ ഇതുപോലെ തളർവാദം പിടിപെട്ട് പല മേഖലകളിൽ ചിലരുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശരീരത്തിന് തളർവാദം പിടിപെട്ടതല്ല, മനസ്സിൽ തളർവാദം പിടിപെട്ടവർ, തളർന്നു കിടക്കുന്നവർ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പള്ളി പോവാതെ, പ്രാർത്ഥിക്കാതെ, ദൈവവിചാരം നഷ്ടപ്പെട്ട ചില തളർവാദ രോഗികളുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ വീട്ടിൽ മാനസികമായി വലിയ ഭാരത്തിൽ കഴിയുന്ന, വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്ന ചില തളർവാദ രോഗികളുണ്ടോ? മദ്യപാനത്തിനും പുകവലിക്കും തുടങ്ങിയിട്ടുള്ള ചില ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ചില തളർവാദ രോഗികളുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ വെറുപ്പിലും വൈരാഗ്യത്തിലും, അല്ലേ, ശാപപീഡകൾക്ക് മുമ്പിൽ കെട്ടപ്പെട്ട തളർവാദ രോഗികളുണ്ടോ? നിന്റെ ദൗത്യം എന്താണ്? അവരെ ചുമക്കാനുള്ള വിളിയാണ്. കട്ടിലി ചുമക്കാനുള്ള വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കട്ടിലി ചുമക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പരസ്പരം ചുമക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കുറേ വർഷങ്ങളായി കണ്ണുനീരിലും വിലാപത്തിലും കഴിഞ്ഞുകൊണ്ടിരുന്ന സഹോദരിയാണ്. കാരണം ജീവിത പങ്കാളി, ഈ കുടുംബത്തിൽ ഈ ഭർത്താവ് ഈ സഹോദരിയെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു കൊച്ചുണ്ട്. ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. സാമ്പത്തികമായിട്ട് ആരും അധികം സഹായിക്കാനില്ല. എന്നാൽ ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? നന്നായിട്ട് പ്രാർത്ഥിക്കും. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കത്തില്ല. ജീവിത പങ്കാളി എവിടെയാണെന്നറിയത്തില്ല. അപ്പം ഈ സമയത്ത് വീട്ടുകാർ പലരും വന്നിട്ട് പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലേ, ഇനി നിങ്ങൾ ആ ജീവിത പങ്കാളിയെ നോക്കിക്കൊണ്ടിരിക്കുവാണോ? അയാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എത്ര വർഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതം നശിപ്പിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ നല്ല പ്രായമല്ലേ നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാവോ? അപ്പം ഈ സ്ത്രീ അപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് പറയും, കർത്താവ് തന്ന എൻ്റെ ജീവിത പങ്കാളിയല്ലേ, കർത്താവ് തന്ന എൻ്റെ ഭർത്താവ്, അദ്ദേഹം തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, നീണ്ട 12 വർഷങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ സഹോദരി കണ്ണുനീരോടെ പറഞ്ഞു, കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും?
അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന തുടർന്നു. 12 വർഷത്തിന് ശേഷമാണ് ഈ ജീവിത പങ്കാളി തിരിച്ച് കുടുംബത്തിലെത്തിയത്. എങ്ങനെ? ഈ സ്ത്രീയുടെ പ്രാർത്ഥന കൊണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മനുഷ്യൻ വീട് വിട്ടിറങ്ങിപ്പോയത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിന്റെ വീട്ടിൽ, നിന്റെ ചുറ്റുവട്ടത്ത് നീ ഇതുപോലെ കട്ടിൽ ചുമക്കാൻ, തളർവാദം പിടിപെട്ട അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിലേ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. യേശു ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണിത്. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ സന്തോഷം, സ്വാർത്ഥത. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഒരു ദൈവമകൻ്റെ, ദൈവമകളുടെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ, മറ്റുള്ളവരെ കുറിച്ചുള്ള ശ്രദ്ധ. നിന്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയോ? പോരാ, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടാവണം. ഒരു ദൈവമകൻ്റെ, ദൈവമകളുടെ ക്വാളിറ്റിയാണത്, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ. നിന്റെ വീട്ടിലുള്ള നിന്റെ സഹോദരങ്ങളെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, നീ ജീവിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. ചിലർ പറയാവുന്നത് എങ്ങനെയാണ്? ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിച്ചോട്ടെ, അവർ പള്ളി വരികയോ പള്ളി വരാതിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാനും വരണ്ട. പ്രിയപ്പെട്ടവരെ, അതല്ല ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടാവണം. ഒരുപക്ഷെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും, പല വേദനിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇതാ യേശു നിന്നെ ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു ശ്രദ്ധ, മറ്റുള്ളവരെ നീ ദൈവസന്നിധിയിൽ എത്തിക്കാനുള്ള ശ്രദ്ധ. നമ്മളിപ്പോൾ ഈ വചനഭാഗത്ത് ശ്രദ്ധിച്ച് നോക്കിക്കേ. യേശുവിൻ്റെ പക്കലേക്ക് ലൂക്കാസ് വിശേഷം നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം 17 മുതലുള്ള വചനത്തിൽ ഇങ്ങനെയാണ്: ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ദേശങ്ങളിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമജ്ഞരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവജനം ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്. ഇങ്ങനെ തിങ്ങിക്കൂടുന്നതിനിടയിൽ ഈ തളർവാദ രോഗിയെക്കുറിച്ച് പരാമർശം വന്നതിൻ്റെ പിന്നിൽ ആരാണ്? അങ്ങനെ കട്ടിൽ ചുമക്കാൻ മനസ്സ് കാണിച്ച ചിലര്. ഇതാ ദൈവം ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത്. കട്ടിൽ ചുമക്കാനുള്ള വിളി. പ്രിയപ്പെട്ടവരെ, മോനിക്ക എന്ന അമ്മയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മകൻ അഗസ്റ്റിൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഒയ്യോ, മകൻ്റെ വഴിതെറ്റിയ ജീവിതം കണ്ട് ഈ അമ്മയുടെ ചങ്ക് പടഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു കത്തീഡ്രൽ ദേവാലയത്തിൽ പോയി കരയുവാണ്. അപ്പോൾ അവിടുത്തെ കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് അഭിവന്യ പിതാവ് വന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? ആ വന്ന വ്യക്തി, ആ വന്ന ബിഷപ്പിൻ്റെ പേരാണ് അംബ്രോസ് പിതാവ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ മോനിക്കാമ്മ പറഞ്ഞു, എൻ്റെ മകനെ ഓർത്താണ് ഞാൻ കരയുന്നത്. എൻ്റെ മകൻ്റെ ജീവിതം, വഴിതെറ്റിയ ജീവിതം. അതുകൊണ്ട് പിതാവെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പിതാവ് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. അംബ്രോസ് തിരുമേനി ഈ മോനിക്കായോട് പറഞ്ഞു, അമ്മേ വിഷമിക്കേണ്ട, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ടാവും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മേ ഉത്തരമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചില്ലേ? ആ മകനല്ലേ കത്തോലിക്ക സഭയിലെ വേദപാരംഗതനായിട്ട് ഉയർത്തപ്പെട്ട വിശുദ്ധ അഗസ്റ്റിൻ. ആ സ്ത്രീയല്ലേ വിശുദ്ധ മോനിക്ക അമ്മയായിട്ട് മാറിയത്. അന്ന് അനുഗ്രഹിച്ച അന്നത്തെ മെത്രാൻ വിശുദ്ധ അംബ്രോസ് തിരുമേനിയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കട്ടിൽ ചുമക്കാൻ ഉള്ളവർ ശ്രദ്ധിക്കണം. ഇത് അല്പം ത്യാഗം പിടിച്ച പരിപാടിയാ. അല്പം ത്യാഗമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും, നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ ആ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരു ഉത്തരമുണ്ട്, ഒരു ഫലമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ചിലപ്പോൾ കുറച്ച് നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വരും, അല്ലേ? മോനിക്കാമ്മ എത്ര വർഷങ്ങളാണ് കാത്തിരുന്നത് എന്നതുപോലെ ചിലപ്പോൾ കാത്തിരിപ്പുണ്ടാവും. പക്ഷെ കാത്തിരിപ്പിന് ഫലമുണ്ടാകും.
വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ കാത്തിരിപ്പ് 12 വർഷമാണ് ആ സ്ത്രീ കാത്തിരുന്നത്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഭർത്താവ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ദിവസവും കൊന്ത ചൊല്ലി കാത്തിരുന്നു. ദൈവം എത്തിക്കും. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും കട്ടിലി ചുമക്കാനുള്ള ഈ വലിയ ദൗത്യവും ഒരിക്കലും മറക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് എനിക്കും നിനക്കും ഈ വലിയ ദൗത്യമാണ് നൽകുന്നത്. നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ദാ ഒരു വലിയ തീരുമാനമെടുക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ യേശുവിൻ്റെ സന്നിധിയിൽ എത്തിക്കാനുള്ള, കട്ടിലി ചുമക്കാനുള്ള തീരുമാനം. ഈ വലിയ അനുഗ്രഹം നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് പ്രത്യേകമായിട്ട് സ്വീകരിക്കാം. സാധിക്കുമെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നിടങ്ങളിൽ ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചേ. നിന്റെ വീട്ടിൽ ആർക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ ബന്ധുജനങ്ങൾക്കിടയിൽ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ ഇടവകയിൽ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നീ ജീവിക്കുന്ന ദേശത്ത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അനേകരുടെ മുഖം, അനേകരുടെ ജീവിതം, അവരെ ചുമക്കാനുള്ള വിളി തുടർന്നുള്ള ആരാധന സമയത്ത് കർത്താവ് വെളിപ്പെടുത്തും. നമുക്കൊരുമിച്ച് ആരാധനയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മാലാഖമാരോടൊത്ത് സ്തുതിക്കുന്നു, വിശുദ്ധരോട് സ്തുതിക്കുന്നു. അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കർത്താവെ ഓർത്ത് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. യേശുവേ, ആരാധന ആരാധന ആരാധന. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൽത്താരുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഈശോ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ വചനഭാഗം ധ്യാനിച്ചപ്പോൾ നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞ കാര്യം ഇതുപോലെ മറ്റുള്ളവരെ ചുമന്ന് യേശുവിൻ്റെ പക്കൽ എത്തിക്കാനുള്ള വലിയ ഒരു ദൗത്യം നമുക്കുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ യേശുവിൻ്റെ പക്കൽ എത്തിക്കാൻ നമുക്ക് വലിയ കടമയുണ്ട്. കാരണം തളർവാദം പിടിപെട്ട അനേകർ നമ്മുടെ കുടുംബത്തിലുണ്ട്, സൗഹൃദ വലയത്തിലുണ്ട്, ഇടവകയിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. പലതരത്തിൽ തളർവാദം പിടിപെട്ടവർ, ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ തളർവാദം പിടിപെട്ടവർ, കുടുംബത്തിൽ തളർന്നു പോയവർ, അങ്ങനെ ഒത്തിരി പേര്. അവരെ ദൈവസന്നിധിയിലെത്തിക്കാൻ, കട്ടിലി ചുമക്കാനുള്ള വലിയൊരു കൃപ കർത്താവ് നിന്റെ മേൽ ചൊരിയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് നീ ആഗ്രഹിക്കണം, കർത്താവെ ഈ വിളി എന്നിൽ നിറയട്ടെ. കർത്താവ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ബലം എനിക്ക് കിട്ടട്ടെ. ഈശോയെ, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ കർത്താവ് എന്നിൽ ശക്തി നിറയട്ടെ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ ആരാധന സമയത്ത് ദൈവം നിന്നിൽ ഇടപെടുകയാണ്. സ്വയം മറക്കാൻ ആത്മാവിനെ നേടാ, പ്രാർത്ഥനയിൽ മെഴുതിരിപോൽ ഉരുകിടാ, ആത്മാ
ആത്മാവെ കനിയണമേ, ആത്മാവെ കനിയണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വയം മറക്കാൻ യേശുവേ ആത്മാവിനെ നേടാൻ, പ്രാർത്ഥനയിൽ മെഴുത്തിരിപോ ഉരുകിടാൻ. എന്റെ ഈശോ ആത്മാവെ കനിയണമേ, ആത്മാവെ കനിയണമേ, ആത്മാവെ കനിയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം നീ ചിന്തിച്ചു നോക്കുക. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്രത്തോളം സമയം കണ്ടെത്തുന്നുണ്ട്? മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ നിന്റെ ഉള്ളിലുണ്ടോ? എന്താണ് നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ? അതോ സ്വാർത്ഥപരമായ ചിന്തകളാൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണോ? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ വലിയ ദൗത്യം, ഈ പരിശുദ്ധ അൽത്താര നിനക്ക് നൽകുന്ന ദൗത്യമാണ്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ പലവിധ ചോദ്യങ്ങൾ വരാം. എന്തിനാണ് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ചാൽ മതിയോ എന്നൊക്കെ ചില ചിന്തകൾ വരാം. എന്നാൽ ഈശോ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നീ അപ്രകാരം ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവീകമായ സ്വഭാവമാണ് നിന്നിൽ വിടരുന്നത്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള തളർന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥപ്പെടുന്നവരെ ഓർക്കാം. കൈകൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയൊരു ദൗത്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കർത്താവെ ശക്തിയും ബലവും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളുകൾക്ക് മുമ്പ് ഏതൊക്കെയോ ധ്യാന അവസരത്തിൽ നിനക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം കിട്ടിയതല്ലേ? എന്നിട്ട് അത് നീ നഷ്ടപ്പെടുത്തിയോ? ചില പ്രാർത്ഥനാ കൂട്ടായ്മകൾ നീ ഉണ്ടായിരുന്നതല്ലേ? അത് നീ നഷ്ടപ്പെടുത്തിയോ? നിന്റെ ജീവിതത്തിൽ ആത്മീയ മേഖലകൾ എങ്ങനെ പോകുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നിന്നെ കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. നിന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി കട്ടിൽ ചുമക്കാനുള്ള വിളി, തളർന്ന അനേക മനുഷ്യരെ ദൈവസന്നിധിയിൽ എത്തിക്കാനുള്ള വിളി, ത്യാഗമുണ്ട്. നിന്റെ കൈകളിലാണ്, നിന്റെ പ്രാർത്ഥനയിലാണ് ഈ ഐശ്വര്യം മുഴുവൻ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നത് നിന്റെ പ്രാർത്ഥനയിലൂടെയാണ്. നീ വിശ്വസിച്ചോണം, നിശ്ചയമായും ദൈവം ഇടപെടും. കാലതാമസം വന്നാലും നീ വിശ്വസിച്ചോണം, ദൈവം ഇടപെടും. ഈ വിഷയത്തിന് ഉത്തരമുണ്ട്. ഇത് വലിയൊരു തീരുമാനമാക്കി എടുക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചേ, നമ്മുടെ കുടുംബത്തിൽ തളർന്നു കിടക്കുന്ന ഏതൊക്കെ മേഖലകൾ, വ്യക്തികളുണ്ട്. കർത്താവ് ഇടപെടട്ടെ. വലിയ അഭിഷേകം നമ്മിലേക്ക് ചൊരിയപ്പെടട്ടെ. വിശ്വസിക്കും തോറും ദൈവം ഇടപെടുകയാണ്. ആ വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. യേശുവേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ പരിശുദ്ധ അൽത്താരയിൽ നിന്നുള്ള ദൈവശക്തി നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ. തളർന്ന കൈകാലുകൾക്ക് കർത്താവ് ശക്തി നൽകട്ടെ. നിന്റെ ജീവിതത്തിലെ തളർന്ന അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ആത്മീയമായി ക്ഷീണിച്ചു പോയ മേഖലകൾ കർത്താവ് ശക്തിയും ബലവും തന്ന് ശക്തിപ്പെടുത്തട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവെ, ദൈവജനത്തിന്റെ മേൽ ഇടപെടട്ടെ. കർത്താവെ, ദൈവജനത്തിന്റെ മേൽ ഇടപെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്വയം മറക്കാൻ ആത്മാവിനെ നേടാൻ, പ്രാർത്ഥനയിൽ മെഴുത്തിരിപോ ഉരുകിടാൻ, ആത്മാവെ കനിയണമേ, യേശുവേ, ആത്മാവെ കനിയണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം നമുക്ക് വിശ്വസിക്കാം. ഇതെൻ്റെ മേൽ ഒരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുക്കാം.
സ്വാർത്ഥതയുടെ പുറന്തോട് കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൃപ. ആ കൃപ സ്വീകരിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. സ്വയം മറക്കാൻ ആത്മാവിനെ നേടാൻ പ്രാർത്ഥനയിൽ മെഴുതിരി പോൽ ഉരുകിടാൻ ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ. സ്വയം മറക്കാൻ ആത്മാവിനെ നേടാൻ പ്രാർത്ഥനയിൽ മെഴുതിരി പോൽ ഉരുകിടാൻ ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും